മണിപ്പൂരിൽ തട്ടിക്കൊണ്ടുപോയ 2 മേരി യുവാക്കളുടെ വിട്ട് നൽകൽ അത് ഉപാധി വച്ച് കുക്കി സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. NIA കസ്റ്റഡിയിലുള്ള വിഘടനവാദി നേതാവ് മാർക്ക് ടി ഹോക്കിപ്പിനെ വിട്ട് നൽകണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കുക്കി സംഘടനകളുമായി അസം റൈഫിൾസും CRPF-ലെ ഉദ്യോഗസ്ഥരും ചർച്ച തുടങ്ങി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ചേരുന്നു. ബാലുചേട്ടാ, ഗുഡ് മോർണിംഗ്. ഇവരെന്തൊക്കെ ഉപാധികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? വിട്ടു നൽകാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? മോത്തി, മണിപ്പൂരിലെ കാങ്പോക്കി എന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് മെയ്തി വിഭാഗത്തിൽപ്പെട്ട 2 പേരെ തട്ടിക്കൊണ്ടുപോയത്. ഈ യുവാക്കൾ ഈ കേന്ദ്ര സുരക്ഷാ ഏജൻസിയിലെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന് പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരികയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായത്. അബദ്ധവശാൽ ഈ കുക്കി ഡൊമിനേറ്റഡ് മേഖല, അതായത് കുക്കികൾക്ക് ആധിപത്യമുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചു എന്നാലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നായിരുന്നു മണിപ്പൂർ പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഈ സംഭവം വളരെ വലിയ വിവാദമാകുകയും ഇക്കാര്യത്തിൽ, അതായത് ഇവരെ വിട്ടു നൽകണമെങ്കിൽ 2-3 ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് ഈ കുക്കി സംഘടനകൾ മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NIA-യുടെ നിലവിൽ കസ്റ്റഡിയിലുള്ള മാർക്ക് ടി ഹവോക്കിപ്പ് എന്ന വ്യക്തിയെ വിട്ടുകിട്ടണം. അതുപോലെ തന്നെ 15 തടവുകാരെ ഇംഫാലിലെ ജയിലിൽ നിന്ന് ചുരാചന്ദ്പൂരിലെ ജയിലിലേക്ക് മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മണിപ്പൂർ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ നേരിട്ട് ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളായ, അതായത് കേന്ദ്ര സേനകളായ അസം റൈഫിൾസും അതുപോലെ തന്നെ CRPF-ഉം ഈ വിഷയത്തിൽ ഇടപെടുകയും കുക്കി സംഘടനകളുമായി ഇപ്പോൾ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കുക്കി ഭീകരർ തട്ടിക്കൊണ്ടുപോയി അവരെ തിരികെ ലഭിക്കുന്നതിനായുള്ള ഊർജിതമായ തെരച്ചിൽ നടത്തുന്നുവെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇന്നോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫലപ്രാപ്തി, അതായത് ഈ ചർച്ചകൾ ഫലപ്രദമായി അവസാനിക്കുകയും ഈ 2 മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ ലഭിക്കുമെന്നുമാണ് മണിപ്പൂർ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം മണിപ്പൂരിൽ അരങ്ങേറാനുള്ള സാധ്യതയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത്.